ന്യൂസിലേക്ക് സ്വാഗതം. ആണവ പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ കരുത്ത് INS അരിഗഡ് ഇന്ന് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഗഡ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കമ്മീഷൻ ചെയ്തു. INS അരിഗഡ് ആണവ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് പുതിയ കരുത്തായി മാറുമെന്നാണ് വിലയിരുത്തൽ. വിശാഖപട്ടണത്ത് ഇന്ന് നടന്ന ചടങ്ങിൽ വെച്ചാണ് രാജ്നാഥ് സിംഗ് അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി, ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി, ഉന്നത DRDO ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും INS അരിഗഡ് പ്രവർത്തിക്കുക. അതീവ രഹസ്യമായിട്ടായിരുന്നു INS അരിഗഡിന്റെ നിർമ്മാണം നടന്നത്. ആണവ മിസൈൽ അന്തർവാഹിനിയുടെ വിവരങ്ങളും പ്രതിരോധ മന്ത്രാലയം അധികം പുറത്തുവിട്ടിരുന്നില്ല. 6000 ടൺ ഭാരമുള്ള INS അരിഗഡ് ഇൻഡോ പസഫിക് സമുദ്ര മേഖലകളിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. ആണവ ബാലിസ്റ്റിക് മിസൈലായ K-15 ആയിരിക്കും INS അരിഗഡിൽ ഉപയോഗിക്കുക. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ കഴിയുന്ന രീതിയിലാണ് INS അരിഗഡിന്റെയും നിർമ്മാണം. ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിലെ മധ്യഭാഗത്തായി ഇന്ത്യയുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ 2 ആണവായുധ മിസൈൽ അന്തർവാഹിനികൾ ഉള്ളത് നാവികസേനയ്ക്ക് മേഖലയിൽ കരുത്തു പകരും. പ്രത്യേകിച്ച് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ ഇന്ത്യക്ക് ഇതുവഴി പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതേസമയം ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിതമാൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. അടുത്ത വർഷം തന്നെ ഈ ആണവ മിസൈൽ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്.